എല്ലാവർക്കും നമസ്കാരം. യതീശയുടെ 30ാമത് എപ്പിസോഡ് രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഒരു പരമ്പരയാണ് സ്പിരിറ്റ് ഓഫ് രാമ. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്തം ഹവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. രാമ രാമ ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹനുമാന്റെ ലങ്കാപ്രവേശനവും അതേ തുടർന്ന് അശോകവനിയിലെത്തി സീതാമാതാവിനോട് സംവദിക്കുന്നതും അല്ലെങ്കിൽ സംഭാഷണം ചെയ്യുന്നതും അവരുടെ സംസാരങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി. അപ്പോൾ സുന്ദരകാന്ഡത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ശ്രീരാമൻ കൊടുത്തതായ ആ മുദ്രമോതിരം ഹനുമാൻ കൈമാറുന്നതും അങ്ങനെ സീതാമാതാവിനോട് എന്തായാലും രാമൻ ഉടനെ തന്നെ ഇവിടെ എത്തി തൻ്റെ ദുഃഖങ്ങളെല്ലാം അവസാനിക്കുമെന്ന് ഉള്ള ആ ഒരു വിശ്വാസം പകർന്നു നൽകുകയാണ്. അങ്ങനെ സീതയുടെ സന്ദേശം അദ്ദേഹത്തിന് കൈമാറുന്നതിന് മുൻപ് തന്നെ ചില സമയത്ത് അദ്ദേഹം ഇവിടെ എത്തിയേക്കാം എന്ന് മാരുതൻ പറയുന്നു. അദ്ദേഹം രാവണനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ സഖാക്കളെയും ഉടൻ തന്നെ യമനഗരിയിലേക്ക് അയക്കും. പിന്നെ അദ്ദേഹം അങ്ങേ രാജകീയമായ രഥത്തിൽ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ സീതാമാതാവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട സീതാദേവി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആയിരക്കണക്കിന് വാനരന്മാരോടൊപ്പം എങ്ങനെ അദ്ദേഹം സമുദ്രം കടക്കും? ഞാൻ അവരെ എൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് അത് സാധ്യമാക്കും എന്ന് ഹനുമാൻ അതിന് തിരികെ മറുപടി പറയുന്നുമുണ്ട്. അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇപ്പോൾ തൽക്കാലം അങ്ങയോട് വിട പറയട്ടെ. പക്ഷെ ഞാൻ പോകുന്നതിന് മുൻപ് ശ്രീരാമന് നൽകാൻ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരൂ. താങ്കൾ 2 പേർക്കും മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഒരു സംഭവമെങ്കിലും എന്നോട് പറയൂ, ഒരു പശ്ചാത്തലമെങ്കിലും എന്നോട് പറയൂ. അങ്ങനെ സീതാദേവി അല്പനേരം അതിനെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ കേശഭാരത്തിൽ നിന്ന് ഒരു ചൂടാരത്നം ഊരി മാറ്റി മാരുതിക്ക് അത് കൈമാറുന്നുണ്ട്. തുടർന്ന് അവള് ഒരു സംഭവം വിവരിക്കുകയാണ്. അല്ലയോ ഹനുമതേ, ദയവായി ഇത് ശ്രീരാമന് പറഞ്ഞു കൊടുക്കൂ. ഇത് കേൾക്കുന്ന മാത്രയിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും.
ഞങ്ങൾ ചിത്രകൂട പർവ്വതത്തിനടുത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ വെയിലത്ത് ഒരു പായയിൽ ഭക്ഷണം ആ പായൽ വിരിച്ച് ഉണക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വരുന്ന പക്ഷികളെ ഓടിക്കാൻ ഞാൻ പായയുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ശ്രീരാമൻ എൻ്റെ മടിയിൽ തലവെച്ച് ആ സമയം ഉറങ്ങുകയുമായിരുന്നു. വളരെ തന്ത്രശാലിയായ ഒരു കാക്ക വന്നു. ഞാൻ അവനെ ഓടിക്കാൻ ശ്രമിച്ചിട്ടും അത് ഞാൻ ഉണക്കാൻ വെച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് ഇന്ദ്രൻ്റെ മകനായ ജയന്തനായിരുന്നു. അവൻ്റെ മേൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന മരച്ചില്ലകളും മരത്തിൻ്റെ ഇലകളും ഒക്കെ ഉപയോഗിച്ച് അവനെ അതിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. അവൻ കോപാകുലനായി അവൻ എന്നെ കൊക്കുകൊണ്ട് കുത്തിമുറിച്ചു. അവൻ്റെ നഖങ്ങളാകുന്ന ആ കൊക്കുകൾ കൊണ്ട് എന്നെ മുറിച്ച സമയം ശ്രീരാമൻ ഉണർന്നു. എൻ്റെ ശരീരത്തിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ട് അവൻ കോപാകുലനായി. അവനൊരു ദർഭയെടുത്ത് ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് അവൻ്റെ നേരെ എറിഞ്ഞു. അവൻ ആ നിമിഷം ഭയത്താൽ അതിൽ നിന്ന് മാറി ശ്രീരാമനെ അഭയം തേടി. എല്ലായിടത്തേക്കും അദ്ദേഹം ആ അസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി നടന്നു. പക്ഷേ അയാൾക്ക് അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഒടുവിൽ അഭയം തേടിക്കൊണ്ട് ശ്രീരാമൻ്റെ കാൽക്കൽ അദ്ദേഹം എത്തുന്നു. ഒരിക്കൽ പ്രയോഗിച്ച അസ്ത്രം അത് വ്യഥയിലാവില്ല എന്ന് ശ്രീരാമൻ അവനോട് പറയുന്നു. അങ്ങനെ അവൻ അന്ന് എന്നെ രക്ഷിച്ച് എൻ്റെ ഈ വിധി ഒന്ന് നോക്കൂ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ, തീർച്ചയായും ഞാൻ ഇതിൻ്റെ മുഴുവൻ കുറ്റവും ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സീതയുടെ ഈ ഒരു കഥാ പശ്ചാത്തലം കേട്ട് അയാൾ അവളെ ആശ്വസിപ്പിക്കുന്നു. അതുകൊണ്ട് ഹനുമാൻ സീതാദേവിയോട് പറയുകയാണ്, അങ്ങ് എവിടെയാണെന്ന് ശ്രീരാമന് ഇതുവരെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങയെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാന് അങ്ങയെ രക്ഷിക്കാൻ വരാൻ കഴിയാത്തത്. ഇനി കാര്യങ്ങൾ എത്ര വേഗത്തിൽ മാറുമെന്ന് കാത്തിരുന്നു കാണുക. വാനരന്മാരുടെ സൈന്യം വന്ന് ലങ്കയെ നശിപ്പിക്കും. ഇത് കേട്ട സീത ഹനുമാനോട് ചോദിക്കുകയാണ്, അങ്ങ് എത്ര വളരെ ചെറുതാണ്, അങ്ങയുടെ സഖാക്കളും ചെറുതായിരിക്കണം. ആ രാക്ഷസന്മാരെ അങ്ങ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർ പർവ്വതങ്ങൾ പോലെ വലുതാണ്. അവരുടെ ശക്തിക്ക് സമാനതകളില്ല. ഹനുമാൻ ഇത് കേട്ട മാത്രയിൽ സീതാമാതാവിൻ്റെ മുമ്പിൽ പെട്ടെന്ന് വളർന്ന ഒരു ഭീമാകാരമായ മൃഗത്തെ പോലെ വളർന്നു വലുതായി നിന്നു. എന്നിട്ട് അമ്മയോട് പറയുകയാണ്, അങ്ങ് സങ്കല്പിച്ചാലും നമുക്ക് ഇതുപോലെ സമാനമായ വലുപ്പവും ശക്തിയുമുള്ള ആയിരക്കണക്കിന് യോദ്ധാക്കളുണ്ട്. ഹനുമാന്റെ ഈ ഉത്തരവും പ്രവൃത്തിയും കണ്ട സമയത്ത്, ഉത്തരം കേട്ട് പ്രവൃത്തി കണ്ട സമയത്ത് സീതാമാതാവ് വളരെയധികം സന്തോഷിച്ചു. രാക്ഷസ വംശത്തെ നീ അവസാനിപ്പിക്കാൻ പോകുന്നു. രാക്ഷസ സ്ത്രീകൾ ഉണർന്ന് വേഗത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് അങ്ങേക്ക് സമുദ്രം തിരികെ ചാടിക്കടന്ന് തിരികെ പോവാം. എൻ്റെ ഭർത്താവായ ശ്രീരാമനോട് എൻ്റെ വാർത്ത പറയുകയും ഈ ചൂടാരത്നം കൈമാറുകയും ചെയ്യുക. എന്നിട്ട് അവൻ്റെ നേതൃത്വത്തിൽ അങ്ങയുടെ സൈന്യവുമായി ഇവിടേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ അങ്ങേക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങ് എന്നേക്കും ആയി ജീവിക്കട്ടെ. എന്നും വിജയം അങ്ങയുടെ കൂടെ ഉണ്ടാവട്ടെ. അങ്ങനെ ഹനുമാൻ സീതാമാതാവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് അവളോട് വിട പറഞ്ഞ് അവിടുന്ന് വിടവാങ്ങുകയാണ്. അങ്ങനെ സീതാമാതാവിനെ 3 തവണ അദ്ദേഹം പ്രദക്ഷിണം ചെയ്യുന്നു പോകുന്നതിന് മുൻപ്. അങ്ങനെ അതേ തുടർന്ന് ഹനുമാനെ സീതാമാതാവ് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഹനുമാൻ നേരെ, അല്ലെങ്കിൽ കഥയിലെ സന്ദർഭത്തിൽ ലങ്കാദഹനമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സീതാദേവിയെ ഉപേക്ഷിച്ച് ഹനുമാൻ അല്പം അകലെയുള്ള ആ മരക്കൊമ്പിലേക്ക് ചാടിക്കയറി രാജദൂതനായി സ്വീകരിക്കേണ്ട അടുത്ത നടപടികളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും
അപ്പോൾ ദൂതൻ രാജാവിനെ നേരിട്ട് കണ്ട് സന്ദേശം നേരിട്ട് അറിയിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൂത് പരാജയപ്പെടും, അല്ലെങ്കിൽ അത് അപൂർണമായ ഒരു ദൗത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഉത്തമ ദൂതൻ രാജാവിനെ കാണണമെങ്കിൽ നിർദ്ദേശിച്ച കടമയ്ക്ക് അപ്പുറം എന്തെങ്കിലും ഭയാനകമായി ചെയ്യണം എന്ന് അദ്ദേഹത്തിന് തോന്നി. രാജാവിനെ കാണാൻ മറ്റ് എളുപ്പ വഴിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒടുവിൽ എനിക്ക് രാവണനെ കാണാൻ കഴിയുന്ന തരത്തിൽ രാജകീയമായ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സൈനികരോ അല്ലെങ്കിൽ രാജകീയ അധികാര പരിധിയിലുള്ള ആളുകളുടെയോ ശ്രദ്ധ ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ ചുറ്റുമുള്ള ഉദ്യാനങ്ങൾക്ക്, ലങ്കയുടെ ചുറ്റുമുള്ള ഉദ്യാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ തുടങ്ങി. മരക്കൊമ്പുകൾ വെട്ടിമാറ്റുക, നന്നായി ക്രമീകരിച്ച പുഷ്പങ്ങൾ അല്ലെങ്കിൽ പുൽത്തകിടികൾ അതൊക്കെ നശിപ്പിക്കുക. സീതാദേവിയുടെ സാന്നിധ്യത്താൽ പവിത്രമാക്കപ്പെട്ട ആ ശിംശപ വൃക്ഷം അദ്ദേഹം സംരക്ഷിച്ചു നിർത്തി. ഫലം കായ്ക്കുന്ന മരങ്ങൾ കൊടുങ്കാറ്റിൽ എന്ന പോലെ വൻതോതിൽ അദ്ദേഹം വെട്ടിമാറ്റി. ആ മരങ്ങളിൽ കൂടുകൂട്ടിയ പക്ഷികൾ ആകാശം മുഴുവൻ പറക്കാൻ തുടങ്ങിയപ്പോൾ വലിയ കോലാഹലം ഉണ്ടായി. അങ്ങനെ ശ്രീരാമൻ്റെ ദൂതൻ ലങ്കാ നഗരത്തിൽ കുഴപ്പങ്ങൾ വിധിച്ചുകൊണ്ട് തൻ്റെ കഴിവുകൾ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. രാക്ഷസ സ്ത്രീകൾ ഇത് കേട്ടുണർന്ന് ഒരു വാനരൻ ഈ ലങ്കാ നഗരിയിൽ ഈ നാശം വിതയ്ക്കുന്നത് അവർ കാണുകയും അവർ സീതയോട് പറയുകയും ചെയ്തു, നോക്കൂ, വിചിത്രമായ ഒരു ശബ്ദമുള്ള ഒരു വിചിത്ര ജീവി രാത്രിയിൽ വന്ന് നിന്നോട് സംസാരിച്ചത് കണ്ടിരുന്നു. ഈ വാനരനാണോ അത്? അവൻ്റെ ഈ വാനര രൂപം കണ്ട് ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്. അവൻ ആരാണെന്നും അവൻ്റെ ദൗത്യം എന്താണെന്നും മിക്കവാറും അങ്ങേക്ക് അറിയുമായിരിക്കാം. ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ അവൻ എന്തിനാണ് നിൻ്റെ പക്കൽ എത്തിയത്? ഞങ്ങൾ മാത്രമാണ് മാന്ത്രികതയിലും ഇഷ്ടാനുസരണം രൂപങ്ങൾ മാറ്റുന്നതിലും മിടുക്കർ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ മനുഷ്യൻ അവയിൽ നമ്മളെക്കാൾ മിടുക്കനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അവനെ കാണുന്ന മാത്രയിൽ ഉള്ളിൽ ഭയം ജനിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ സീതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാവൽക്കാർ രാവണൻ്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ ഒരു വാനരൻ നഗരം മുഴുവനും നാശം വിതയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു. അവൻ ഇതിനോടകം തന്നെ ലങ്കാനഗരിയിലെ വിവിധ ഉദ്യാനങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിരവധി മരങ്ങൾ പിഴുതെറിയുന്നു. ആ ഉദ്യാനങ്ങളിലെ ഉദ്യാന ഘടനകളും സ്മാരക ശില്പങ്ങളും അവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചില സൈനികരെ അവൻ കൊലപ്പെടുത്തി. അവൻ നിർഭയനാണ്. അവൻ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നു. ഇത് കേട്ട് രാവണൻ യഥാർത്ഥത്തിൽ കോപാകുലനാകുകയാണ്. ഇത്തരം നാശം വിതയ്ക്കാൻ ഒരു വാനരൻ വന്നാൽ അവനെ അവഗണിക്കരുത്. 1,00,000 യോദ്ധാക്കൾ ഇപ്പോൾ തന്നെ തയ്യാറായി. നിങ്ങളുടെ ആയുധങ്ങളെടുത്ത് ഉടനെ തന്നെ അവനെ ബന്ദിയാക്കി കൊണ്ടുവരിക എന്ന് രാവണൻ പറയുകയാണ്. ഹനുമാൻ ഭയങ്കരമായ ആക്രോശത്തിൻ്റെ ശബ്ദം ഉയർത്തുകയാണ്. അത് കേട്ട് നിരവധി രാക്ഷസ യോദ്ധാക്കൾ ബോധരഹിതരാകുന്നു. അവരിൽ ചിലർ ഹനുമാനെ അസ്ത്രമെയ്ത് വധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ ഞൊടിയിടയിൽ അവരുടെ വഴിയിൽ നിന്നൊക്കെ മാറി വെറും തൻ്റെ കൈകൾ മാത്രം കൊണ്ട് ഈ പറയുന്ന ശരങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് തടുക്കാൻ സാധിച്ചു. സാധാരണ സൈനികർക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ രാവണൻ തൻ്റെ ഏറ്റവും മികച്ച 5 യോദ്ധാക്കളെ അവനെ നേരിടാൻ വേണ്ടി അയക്കുകയാണ്. അങ്ങനെ മാരുതി അവരെ മരണദേവനായ യമൻ്റെ അടുത്തേക്ക് അയച്ചു നിഗ്രഹിച്ചതിന് ശേഷം. തുടർന്ന് രാവണൻ തൻ്റെ മന്ത്രിമാരുടെ മക്കളെയും ഒരു വിശേഷപ്പെട്ട യോദ്ധാക്കളുടെ സംഘത്തെയും ഒക്കെ അവൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അവനെ പിടികൂടി ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ആജ്ഞയും കൊടുത്തു. അവർ വാളുകൾ, ഗദകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവയുമായി മുൻപോട്ട് കുതിക്കുകയാണ്. പക്ഷെ ഹനുമാന് തൻ്റെ വീര്യത്തിന് ഒട്ടും കുറവുണ്ടായില്ല. അവനൊരു ഇരുമ്പ് സ്തംഭം പോലെയായി ഇവരൊക്കെ
വളരെ ശക്തമായി പ്രഹരിക്കുകയാണ്, തൽക്ഷണം വധിക്കുകയാണ്. അങ്ങനെ തൻ്റെ യോദ്ധാക്കൾ കൊല്ലപ്പെടുന്നു, മന്ത്രിയുടെ പുത്രന്മാർ കൊല്ലപ്പെടുന്നു. അങ്ങനെ രാവണൻ ഞെട്ടാൻ തുടങ്ങി. വെറും ഒരു വാനരൻ തന്നെ കീഴടക്കിയതിൻ്റെ തോൽവിയും നാണക്കേടും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ യുദ്ധം നയിക്കാൻ അദ്ദേഹം തൻ്റെ മകനായ അക്ഷകുമാരനോട്, മേഘനാഥനോട് ആവശ്യപ്പെടാം. അങ്ങനെ അക്ഷകുമാരൻ പിതാവിനെ ആദരിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, പിതാവേ, അങ്ങ് ആ വാനരനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ എൻ്റെ ഏറ്റവും മികച്ച പോരാളികളുമായി പോയി ഉടൻ തന്നെ അവനെ ബന്ദിയാക്കി കെട്ടിയിട്ട് കൊണ്ടുവരാം. അങ്ങനെ കൊടിമരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് ഹനുമാൻ അക്ഷകുമാരനെ തൻ്റെ അടുത്തേക്ക് യുദ്ധത്തിനായി വരുന്നത് ശ്രദ്ധിച്ചത്. അങ്ങനെ അക്ഷകുമാരൻ്റെ അസ്ത്രങ്ങൾ അവനെ കഠിനമായി ശല്യപ്പെടുത്തി, അല്ലെങ്കിൽ അവനെ പലതരത്തിലും മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഹനുമാന് ഒരു സ്തംഭമെടുത്ത് അല്ലെങ്കിൽ ഒരു തൂണെടുത്ത് അവൻ്റെ ശിരസ് നോക്കി തിരിച്ചടിക്കുകയാണ്. തൽക്ഷണം അക്ഷകുമാരൻ കൊല്ലപ്പെട്ടു. മകൻ്റെ മരണവാർത്ത കേട്ട് രാവണൻ വീണ്ടും ദുഃഖിതനാവുകയാണ്. ഹൃദയവേദനയോടെ അവൻ മൂത്ത മകനായ ഇന്ദ്രജിത്തിനെ കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അവനോട് ചോദിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ വാനരൻ്റെ വിശേഷങ്ങളും പറയുന്നു. നിന്റെ സഹോദരനെ കൊന്ന ആ നികൃഷ്ടമായ കുരങ്ങനെ അല്ലെങ്കിൽ വാനരനെ നീ വധിക്കണം. ആ മൃഗത്തെ കൊന്നതിന് ശേഷം ഞങ്ങൾ അവൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. അങ്ങനെ ഇന്ദ്രജിത്തും മറുപടി പറയുകയാണ്, അച്ഛൻ വിഷമിക്കേണ്ട, ഞാനിത് അവസാനിപ്പിക്കാം. അവൻ്റെ മരണം ഉറപ്പാണ്. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഞാൻ അവനെ ബന്ധിക്കും. ഒരു വാനരൻ നമുക്ക് വേണ്ടി ഈ കുഴപ്പങ്ങളെല്ലാം സൃഷ്ടിച്ചത് കാണുന്നത് തീർച്ചയായും ലജ്ജാകരമായ അവസ്ഥയാണ്. അതിനാൽ ഞാൻ അവനെ ഒരു കൊതുകിനെ എന്ന പോലെ തകർക്കും. ഒരു പാശമോ ചങ്ങലയോ ഉപയോഗിച്ച് ഞാൻ അവനെ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരും. അങ്ങൊരു ആശങ്കയും കൂടാതെ വിശ്രമിക്കൂ, എല്ലാം ഞാൻ പരിപാലിക്കാം. അങ്ങനെ മേഘനാഥൻ എന്ന് വിളിക്കുന്ന ഇന്ദ്രജിത്ത് ഈ വില്ലും അമ്പും ഗദയും എല്ലാ ആയുധങ്ങളും ധരിച്ച് കൊട്ടാരം വിട്ട് വാനരനെ അല്ലെങ്കിൽ ഹനുമാനെ നേരിടാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന ഇന്ദ്രജിത്തിൻ്റെ മുൻപിൽ ഒരു ഗരുഡനെ പോലെ ആകാശത്ത് നിന്ന് ഹനുമാൻ ചാടി ഇറങ്ങുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം അവരുടെ ശക്തികൾ പരിശോധിച്ച് വിലയിരുത്തുകയാണ്. അക്രമങ്ങളിലൂടെ പരസ്പരം അവരുടെ വില മതിക്കുകയാണ് അസ്ത്രപ്രയോഗങ്ങളിലൂടെ. അങ്ങനെ അദ്ദേഹം പഞ്ചബാണങ്ങൾ മാരുതിയുടെ ശിരസിലേക്ക് എയ്യുകയാണ്. ഹനുമാൻ തിരിച്ച് അഷ്ടബാണങ്ങൾ എയ്യും ഇന്ദ്രജിത്തിൻ്റെ ഹൃദയത്തിലേക്ക്. അതേപോലെ ഷഡ്പാശങ്ങൾ ഇന്ദ്രൻ്റെ കാലുകളിലേക്ക് മെയ്യുകയാണ്. ഇങ്ങനെ ഹനുമാൻ ശക്തമായ ഒരു അസ്ത്രമായി ഹനുമാന്റെ വാലിൽ ഒരു ഗർജനത്തോടെ അതിൻ്റെ പ്രതികരണം ഉണ്ടാവുകയാണ്. അത് അദ്ദേഹത്തെ വല്ലാതെ രോഷാകുലനാക്കി. വേരോടെ പിഴുതെറിയപ്പെട്ട ഒരു സ്തംഭത്തിൽ, ഒരു തൂണിൽ ഒരെണ്ണം എടുത്ത് പ്രഹരിച്ചുകൊണ്ട് ശത്രുവിൻ്റെ സാരഥിയെ അദ്ദേഹം കൊല്ലുകയാണ്. അതിൻ്റെ രഥവും നശിപ്പിക്കുകയാണ്. അങ്ങനെ മേഘനാഥൻ മറ്റൊരു രഥം കൊണ്ടുവന്ന് ഹനുമാന്റെ നേരെ വീണ്ടും അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ഹനുമാന് പരിക്കേൽക്കാൻ തുടങ്ങി, പക്ഷെ പരാജയപ്പെട്ടില്ല. ഇത് കണ്ട മേഘനാഥൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിക്കുകയും അത് ഉപയോഗിച്ച് അസ്ത്രം എയ്യുകയും ചെയ്തു. അങ്ങനെ മാരുതിക്ക് ബ്രഹ്മാവിനോട് വലിയ ബഹുമാനമുണ്ടായിരുന്നു. അദ്ദേഹം അതിനാൽ തന്നെ ആ അസ്ത്രത്തെ പരാജയപ്പെടുത്താതെ അത് അദ്ദേഹം സ്വീകരിക്കുന്നു. തൽക്ഷണം അദ്ദേഹം ബോധരഹിതനായി നിലത്തേക്ക് വീഴുന്നു. തുടർന്ന് ഇന്ദ്രജിത്ത് അദ്ദേഹത്തെ കെട്ടിയിട്ട് രാവണ സദസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദേവന്മാർ മുമ്പ് ഹനുമാനെ അനുഗ്രഹിച്ചതിനാൽ അദ്ദേഹത്തിന് യാതൊരു വിഷമതകളും ഈ അസ്ത്രം സ്വീകരിച്ചതിനാൽ ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. രാമനാമം ജപിക്കുന്ന ഏതൊരാളിലും ഭക്തി അത് വളർത്തിയെടുക്കും. അവരുടെ എല്ലാ ബന്ധനങ്ങളും അറ്റുവീഴും. അവർ ഭഗവാൻ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്ത് എത്തും, വൈകുണ്ഠത്തിൽ എത്തും. അങ്ങനെ ഹനുമാന്റെ ഹൃദയം ശ്രീരാമൻ്റെ
വാസസ്ഥലമായിരിക്കുമ്പോൾ അയാൾക്ക് എങ്ങനെ ഈ കഷ്ടതകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും? കാരണം സാക്ഷാൽ ശ്രീരാമൻ കൂടെയുണ്ട്, ഹൃദയത്തിലുണ്ട്. ജനന മരണ ബന്ധനങ്ങൾ നമ്മളെ ബാധിക്കാത്തപ്പോൾ വെറും ഒരു കയറ് കൊണ്ടുണ്ടാകുന്ന ശാരീരിക ബന്ധത്തെക്കുറിച്ച് നമ്മൾ എന്തിന് വിഷമിക്കണം എന്നൊരു തത്വമാണ്. അങ്ങനെ ഹനുമാൻ ബന്ധിക്കപ്പെടാൻ സമ്മതിച്ചു. ബന്ധിക്കപ്പെട്ട നിലയിൽ നിരവധി രാക്ഷസന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നു. ബ്രഹ്മാസ്ത്രം പിൻവലിച്ച്, എന്നാൽ അദ്ദേഹത്തെ ചുറ്റിയ കയറ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ബാധിച്ചില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ പെരുമാറി, വളരെ നിശബ്ദനായി. രാക്ഷസന്മാർ അദ്ദേഹത്തെ ലങ്കയുടെ രാജസദസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ രാവണൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ വാനരനെ കാണാൻ. അങ്ങനെ രാവണൻ പറയുകയാണ്, ഈ വാനരൻ നമ്മുടെ നിരവധി രാക്ഷസ യോദ്ധാക്കളെ വധിച്ചിരിക്കുന്നു. മേഘനാഥൻ ബ്രഹ്മാസ്ത്രം എയ്ത് അവനെ കീഴടക്കിയ ശേഷം അവനെ ബന്ധിക്കുന്നു. അങ്ങനെ രാവണൻ പറയുകയാണ്, പ്രഹസ്ത, ഹനുമാൻ ഒരു വാനരനാണെങ്കിലും അവനൊരു സാധാരണക്കാരൻ അല്ല. അക്ഷകുമാരൻ ഉൾപ്പെടെ നമ്മുടെ പലരെയും നശിപ്പിച്ചവനാണ്. അവൻ എന്തിനാണ് ഇവിടെ ഉള്ളതും ഈ നാടും നഗരവും നശിപ്പിച്ചതെന്ന് അവനോട് ചോദിക്കൂ. അവൻ എന്തിനാണ് നമ്മുടെ ശക്തരായ യോദ്ധാക്കളെ കൊല്ലാൻ തുടങ്ങിയത്? അവൻ ആരുടെ ദൂതനാണ് എന്ന് അവനോട് ചോദിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ രാവണൻ്റെ മന്ത്രിയായ പ്രഹസ്തൻ ഹനുമാനോട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ, ഹേ വാനര, നിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്? ദയവായി രാജാവായ രാവണൻ്റെ സദസ്സിൽ സത്യം പറയൂ, ഭയപ്പെടേണ്ട, ഞങ്ങൾ നിന്നെ സ്വതന്ത്രനാക്കാം. ഈ സദസ്സ് ബ്രഹ്മാവിൻ്റെ സദസ്സിനെ പോലെയാണ്. രാവണൻ്റെ സദസ്സിൽ ഞങ്ങൾ സത്യവും ധർമ്മവും നിലനിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഹനുമാൻ മനസ്സിൽ വളരെ സ്പഷ്ടമായി ആഴത്തിൽ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്, ഹേ വിഡ്ഢികളുടെ നാഥ, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കൂ. ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ്. അവൻ തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് കാട്ടിൽ താമസിക്കാൻ വന്നതാണ് വനവാസത്തിന്. ഭാര്യയായ സീതയും സഹോദരൻ ലക്ഷ്മണനും അവനെ അനുഗമിച്ചു. ഒരു കള്ളനെ പോലെ സീതയെ തട്ടിക്കൊണ്ടുപോയതല്ലേ ആ രാവണൻ, അല്ലെങ്കിൽ അങ്ങ്? അത് തന്നെ നിന്നെ കൊല്ലാൻ മതിയായ കാരണമല്ലേ? നിന്റെ വിധി ബ്രഹ്മാവാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീരാമൻ സുഗ്രീവനുമായി ഒരു സന്ധിയിലേർപ്പെട്ടു. അവർ പരസ്പരം സഹായിക്കാൻ തീരുമാനിച്ചു. ശ്രീരാമൻ അതിനാൽ ബാലിയെ വധിച്ചു. സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജ്യം തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ സീതയെ അന്വേഷിച്ച് സുഗ്രീവൻ ആയിരക്കണക്കിന് ആളുകളെ, അല്ലെങ്കിൽ വാനരന്മാരെ വ്യത്യസ്ത ദിശകളിലേക്ക് അയച്ചിട്ടുണ്ട്. ഞാനും അവരിൽ പെട്ട ഒരാളാണ്. അവളെ വന്ന് ഇവിടെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പൂന്തോട്ടങ്ങളുടെ നാശത്തെക്കുറിച്ചും ഉദ്യാനങ്ങളുടെ നശീകരണത്തെക്കുറിച്ചും ദയവായി അങ്ങ് ഒരു ചഞ്ചല മനസ്കനായ വാനരൻ എന്ന നിലയിൽ എൻ്റെ സ്വാഭാവികമായ പെരുമാറ്റമായി അതിനെ കണക്കാക്കിയാൽ മതി. ചില യോദ്ധാക്കളെ കൊല്ലേണ്ടി വന്നു. അവർ എന്നെ വധിക്കാൻ വന്നതുകൊണ്ടാണ്, എൻ്റെ പ്രാണരക്ഷാർത്ഥം എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഞാൻ അത് ചെയ്തു. ഇത് ന്യായീകരിക്കപ്പെടാവുന്ന കുറ്റമാണല്ലോ. ജീവനെ ഭയപ്പെടാതെ ഏതെങ്കിലും മൃഗങ്ങൾ അല്ലെങ്കിൽ അസ്തിത്വങ്ങൾ ഭൂമിയിലുണ്ടോ? 1000 വയസ്സുള്ളവനാണെങ്കിൽ പോലും അവൻ തൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നവനാണ്. അതിനെ സംരക്ഷിക്കാൻ അവൻ ശ്രമിക്കും. ബ്രഹ്മാവിൻ്റെ അസ്ത്രം കൈവശം വച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മകനെ എന്നെ കെട്ടിയിടാൻ സാധിച്ചത്. പക്ഷേ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കാരണം എൻ്റെ ശരീരത്തെ ഒരിക്കലും അത് ബാധിക്കില്ല. ആർക്കും എന്നെ കൊല്ലാനും സാധിക്കില്ല. നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കായി ഞാൻ പറയുന്നത് ദയവായി അങ്ങ് ശ്രദ്ധിക്കുക. അറിവുള്ളവൾ അത്ര
ജ്ഞാനികളല്ലാത്ത ആളുകളുടെ മനസ്സിൽ നിന്ന് അജ്ഞത നീക്കം ചെയ്യാൻ ശ്രമിക്കണം. ജനന മരണങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്ന ആത്യന്തികമായ അറിവിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കാം. അങ്ങനെ ഹനുമാൻ തൻ്റെ ഉപദേശം ആരംഭിക്കുകയാണ് രാവണൻ്റെ സദസ്സിൽ. അല്ലയോ രാജാവേ, മായയാൽ സ്വാധീനിക്കപ്പെടാതെ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പൈശാചിക മനോഭാവം ഒഴിവാക്കി ഒരു ഭക്തിയുള്ള നിലപാട് സ്വീകരിക്കുക. അത് നിങ്ങളുടെ മരണഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നൽകും. പരമാത്മാവിൽ നിന്ന് വേർപെട്ടിട്ടില്ലാത്ത അചഞ്ചലമായ ആത്മാവാണ് നീ എന്ന ബോധം മനസ്സിലുണ്ടാവട്ടെ. കാമ, ക്രോധ, ലോഭ, മോഹമത, മാത്സര്യം എന്ന 6 നിഷേധാത്മകതകളിൽ നിന്ന്, ആസുരീകതകളിൽ നിന്ന് മുക്തി നേടുക. അങ്ങ് ഒരു വലിയ വംശത്തിൽ പിറന്നവനാണ്. അതിനാൽ സ്വയം അപമാനിക്കുകയും പാപത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങുകയും അരുത്. ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, പാമ്പുകൾ അല്ലെങ്കിൽ സർപ്പങ്ങൾ മുതലായവർ തമ്മിലുള്ള വിവേചനപരമായ വികാരം വളർത്തരുത്. കാരണം വ്യത്യാസങ്ങൾ ഭൗതിക ശരീരത്തിൽ മാത്രമാണുള്ളത്. നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ശരീരമല്ല, അത് മനസ്സ് പോലുമല്ല. പ്രാണനും ശരീരവും നമ്മുടെ സത്തയല്ല, ആത്മാവാണ് നമ്മുടെ യഥാർത്ഥ സത്ത. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെന്ന ത്രിമൂർത്തികൾ പോലും പരമമായ യാഥാർത്ഥ്യത്തെ അറിയുന്നില്ല. ഗുണങ്ങളില്ലാത്ത യാഥാർത്ഥ്യമാണ് ഏതൊരു മാറ്റത്തിനും വിധേയമാകാത്തത്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അനുഭവിക്കുന്നത് ദ്രവ്യം മാത്രമാണ്. ജീവൻ ഉപയോഗിച്ച് ദ്രവ്യവുമായി തിരിച്ചറിയുന്നതാണ് ലൗകിക ദുഃഖങ്ങളുടെ മൂലകാരണം. ആത്മാന്വേഷണത്തിലൂടെ ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മബോധത്തിൻ്റെ പാതയിൽ ആരംഭിക്കാൻ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. അതായത് ആത്മബോധത്തിൻ്റെ പാതയിൽ ജീവിതം വീണ്ടും ആരംഭിക്കുവാൻ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയും. ഭഗവാനോടുള്ള ഭക്തി വളർത്തിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹൃദയശുദ്ധി വളർത്തിയെടുക്കാൻ സാധിക്കും. ഹൃദയം നിർമ്മലമായി കഴിഞ്ഞാൽ അതിന് ശുദ്ധമായ അറിവ് സ്വീകരിക്കാൻ സാധിക്കും. ഇത് നേടുവാനുള്ള ഒരു എളുപ്പമാർഗം വെറും 2 അക്ഷരങ്ങളുള്ള അല്ലെങ്കിൽ 2 അക്ഷരങ്ങളുടെ ആവർത്തനത്തോടെ ഉള്ള ഒരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ആ മന്ത്രം അദ്ദേഹം ആ രാജസദസ്സിൽ പറഞ്ഞു കൊടുക്കുന്നു. രാമ 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 എന്ന മന്ത്രം സംസാര സമുദ്രത്തിന് കുറുകെ അങ്ങയെ കൊണ്ടുപോകാൻ കഴിയുന്ന താരക മന്ത്രമാണ്. ഒരേ ഒരു മന്ത്രമാണിത്. അതിനാൽ രാമമന്ത്രം ജപിക്കാൻ തുടങ്ങുന്ന ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ വിഡ്ഢിത്തം ഉപേക്ഷിച്ച് ശ്രീരാമൻ്റെ പാദങ്ങളിൽ അഭയം തേടുക. ഈ യാത്ര ആരംഭിക്കുന്നതിലൂടെ നിങ്ങൾ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്ത് എത്തിച്ചേരാം. മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് ഒരു നീച പ്രവൃത്തിയാണ്. അതിനാൽ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പെരുമാറ്റത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. നിങ്ങളുടെ വിദ്വേഷം ഉപേക്ഷിച്ച് ശ്രീരാമ പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. രാമന് നിങ്ങളോടൊരു ശത്രുതയുമില്ലെന്ന് ഉറപ്പാക്കുക. അവൻ അവിശ്വസനീയമാം വിധം കരുണാമയനാണ്. നിങ്ങൾ അവൻ്റെ ചിന്തകളിൽ പൂർണ്ണമായും മുഴുകിയിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ പരിപാലിക്കും. നിങ്ങൾക്ക് മറ്റൊരു ജന്മമുണ്ടാകില്ല. ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ആത്മസാക്ഷാത്കാരം നേടിയ സനകനും സനന്ദനും മറ്റു പ്രശസ്തരായ സാധകരും ഒക്കെ അംഗീകരിച്ച ഒരു സത്യമാണ്. ഹനുമാന്റെ വിശദമായ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ രാവണന് കൂടുതൽ കോപം വർദ്ധിക്കുകയാണ് ചെയ്തത്. 10 ശിരസുകളിലായുള്ള അവൻ്റെ 20 കണ്ണുകളും കോപത്താൽ ചുവന്നു. അവൻ ഇങ്ങനെ കൽപ്പിക്കുകയാണ്: ഈ ചെറിയ വാനരനെ 1000 കഷ്ണങ്ങളാക്കുക. ഇത്രയും ധാർഷ്ട്യമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവൻ ആരെയും ഭയപ്പെടുന്നില്ല. അവൻ വിനയാന്വിതനുമല്ല. എൻ്റെ മുന്നിൽ ഇങ്ങനെ വാചാലനാകാൻ അവൻ ഒരു വിഡ്ഢിയായിരിക്കണം. നീ വാഴ്ത്തുന്ന ഈ ശ്രീരാമൻ യഥാർത്ഥത്തിൽ ആരാണ്? ഈ സുഗ്രീവൻ ആരാണ്? ഇവരെയൊക്കെ ഞാൻ വധിക്കും. പിന്നെ ജാനകിയെയും വധിക്കും. അതിനുശേഷം നിന്നെയും. ഇത് കേട്ട് മാരുതിയുടെ കോപം വർദ്ധിക്കുകയാണ്.
അദ്ദേഹം പല്ലുകൾ കടിച്ചുകൊണ്ട് രാവണനെ ഭീഷണിപ്പെടുത്തി. 1,00,000 രാവണന്മാർ എന്നോടൊപ്പം യുദ്ധം ചെയ്യാൻ വന്നാലും അവരെൻ്റെ ചെറുവിരലിന് അനുയോജ്യന്മാരല്ല. എനിക്കെതിരെ ഒന്നും ചെയ്യാൻ അങ്ങേക്ക് സാധിക്കില്ല. ഈ നികൃഷ്ടനെ കൊല്ലാൻ ആയുധമുള്ള ആരുമില്ലേ എന്ന് ചോദിച്ച് രാവണൻ അലറി വിളിക്കുകയാണ്. ഉടനെ രാവണൻ്റെ ഇളയ സഹോദരനായ വിഭീഷണൻ ഇടപെട്ട് തൻ്റെ സഹോദരനെ തടയുകയാണ്. ഹേ പ്രഭു, അവനെ കൊല്ലരുത്. അവനൊരു ദൂതൻ മാത്രമാണ്. ഒരു ദൂതനെ കൊല്ലുന്നത് വളരെ അനുചിതമാണ്. നമ്മൾ അവനെ കൊന്നാൽ നമ്മുടെ സന്ദേശം ശ്രീരാമനെ ആരാണ് അറിയിക്കുക? അവൻ്റെ ശരീരത്തിലൊരു മായാത്ത അടയാളം പതിപ്പിച്ച് അവനെ അവൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. അങ്ങനെ ഈയൊരു രാജതന്ത്രം പറയുന്ന വിഭീഷണൻ അത് കേട്ടുകൊണ്ട് രാവണൻ അതിന് സമ്മതം മൂളുകയാണ്. തുടർന്ന് ഹനുമാൻ ലങ്കയെ ദഹിപ്പിക്കുന്ന സന്ദർഭത്തിലേക്ക് രാമായണം പുരോഗമിക്കുകയാണ്. വാനരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീര്യം അവരുടെ മുഖത്തോ കൈകളിലോ കാലുകളിലോ പ്രദർശിപ്പിക്കില്ല. അത് അവരുടെ വാലിലൂടെയാണ് അവർ പ്രദർശിപ്പിക്കുക. അതിനാൽ തന്നെ രാക്ഷസന്മാർ എണ്ണയിൽ മുക്കി പഞ്ഞിയിൽ പൊതിഞ്ഞ ശേഷം അവൻ്റെ വാലിന് തീയിടാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ വീര്യത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പിന്നെ അവനെ നഗരം മുഴുവനും നടത്തിക്കണം, വാദ്യഘോഷങ്ങളോടുകൂടി നടത്തിക്കണം. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കേൾക്കെ വിളിച്ചു പറയണം, ഈ അർദ്ധരാത്രിയിൽ വന്ന് നാശം സൃഷ്ടിച്ച കള്ളനാണ് എന്ന്. അവൻ്റെ വാൽ കത്തിപ്പോയാൽ അവനെ കുരങ്ങന്മാരുടെ ഗോത്രത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കും. അങ്ങനെ അവർ ഹനുമാന്റെ വാലിൽ എണ്ണയിൽ മുക്കിയ നീണ്ട പഞ്ഞി വസ്ത്രങ്ങൾ കൊണ്ട് പൊതിയാൻ തുടങ്ങി. പക്ഷെ ഹനുമാൻ വളരെ തന്ത്രശാലിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ വാല് അതിൻ്റെ നീളം കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എത്ര പഞ്ഞികൾ ചുറ്റിയിട്ടും ആ വാലിൻ്റെ നീളം മറയ്ക്കാൻ വേണ്ടിയിട്ട് അസുരന്മാർക്ക് സാധിക്കുന്നില്ല. ഹനുമാന്റെ വാല് അത്രയും നീളത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു. ലഭ്യമായ എല്ലാ വസ്ത്രങ്ങളും അതിനെ പൂർണ്ണമായും ആ വാലിനെ പൊതിയാൻ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെ മറ്റ് കൊട്ടാരങ്ങളിൽ നിന്ന് കൂടുതൽ വസ്ത്രങ്ങൾ ഇതിനായിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ എല്ലാം പൊതിഞ്ഞിട്ടും ഇത് അപൂർണമായി തന്നെ തുടരുകയാണ്. അങ്ങനെ അവരുടെ കൈവശമുണ്ടായ വസ്ത്രങ്ങൾ മുഴുവനും തീർന്നു. ലഭ്യമായ എല്ലാ എണ്ണയും നെയ്യും തീർന്നു. എന്നിട്ടും ഈ വാല് കംപ്ലീറ്റ് പൊതിയാൻ സാധിച്ചില്ല. ഇത് വളരെ മോശമായ ഒരു അഭിപ്രായമോ തീരുമാനമോ ആയി എന്ന് അവരുടെ ഇടയിൽ തന്നെ ആശങ്കകൾ വർദ്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ആരാണ് ഈ മണ്ടൻ നിർദ്ദേശം കൊണ്ടുവന്നത് എന്നൊക്കെ ആളുകൾ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അഭിപ്രായങ്ങൾ വരികയാണ്, ഇനി മതി, എന്തായാലും നമുക്ക് തീയിടാം. അപ്പോൾ അങ്ങനെ തന്നെ തുണിയിൽ നെയ് പുരണ്ടതിനാൽ തീജ്വാല വളരെ കഠിനമായി ആളിക്കത്താൻ തുടങ്ങി. അപ്പോൾ കട്ടിയുള്ള ആ കയറ് കൊണ്ട് അവനെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ വാല് കത്തിച്ചുകൊണ്ട് അവനെ നഗരം ചുറ്റി പെരുമ്പറ മുഴക്കി ആളുകളുടെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി കൊണ്ടുപോകാൻ കാവൽക്കാർ തയ്യാറായി. അങ്ങനെ ഒരു പ്രധാന വാർത്തയുമായി തെരുവ് തോറും ഹനുമാന്റെ വരവ് അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വന്യമായ താളം അവർ മുഴക്കി. അങ്ങനെ കിഴക്കൻ കവാടത്തിലെത്തിയ ഉടൻ ഹനുമാൻ ഒരു നേർത്ത ശരീരമായി സ്വയം രൂപാന്തരപ്പെടുകയാണ്. അതോടുകൂടെ അവനെ കെട്ടിയിരുന്ന കയറ് അയഞ്ഞുപോയി. അവൻ വളയങ്ങളിൽ നിന്ന്, ആ കയറിൻ്റെ വളയങ്ങളിൽ നിന്ന്, ആ കെട്ടിൻ്റെ വളയങ്ങളിൽ നിന്ന് അവൻ പുറത്തേക്ക് ചാടി. പിന്നെ തൻ്റെ ചുറ്റിലുമുള്ള ആളുകളിൽ നിന്ന്, ആ കാവൽക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ വധിക്കുന്നു. അങ്ങനെ ആ
തൻ്റെ ചുറ്റിലും ഉണ്ടായ സൈന്യങ്ങളെ മുഴുവനും വധിച്ച ശേഷം അവൻ പ്രവേശന ഗോപുരം കടന്നു ചാടുന്നു. അങ്ങനെ ആകാശം തൊടുന്നത് പോലെയുള്ള ഗോപുരങ്ങളും കമാനങ്ങളും ഒക്കെ ഉള്ള ആ കമാനങ്ങളിലൊക്കെ വിലയേറിയ കല്ലുകളൊക്കെ പതിച്ച വേറൊരു കൊട്ടാരത്തിൽ അവൻ കയറുകയാണ്. അങ്ങനെ അവൻ്റെ വാല് ഉപയോഗിച്ച് ആ കൊട്ടാരത്തെ അഗ്നിയാൽ അവൻ മൂടുകയാണ്. അങ്ങനെ ഓരോ കെട്ടിടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ട് അവൻ്റെ വഴിയിലുള്ളതെല്ലാം അവൻ കത്തിക്കുകയാണ്. അങ്ങനെ തീ പടർന്നപ്പോൾ നഗരം മുഴുവനും കത്തി നശിക്കുവാൻ തുടങ്ങി. ആനകളെയും കുതിരകളെയും മറ്റു മൃഗങ്ങളെയും പാർപ്പിച്ച സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടു. നിരവധി രഥങ്ങളും ആയുധശേഖരങ്ങളും ഒക്കെ കത്തി നശിച്ചു. മൃഗങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോവാൻ തുടങ്ങി. വായുവിൻ്റെ സഹായത്തോടെ ആർക്കാണ് ഉയരവും വീതിയും അനുസരിച്ച് വളരാൻ കഴിയുക എന്ന മട്ടിൽ അഗ്നിജ്വാലകൾ പരസ്പരം മത്സരിച്ച് ആകാശത്തേക്ക് ഉയരുകയാണ്. എല്ലാത്തിനും ഉപരി ലങ്കയ്ക്ക് ആ അഗ്നിയെ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മിക്ക പ്രദേശങ്ങളും വളരെ മോശമായി ബാധിക്കപ്പെട്ടു. വിഭീഷണൻ്റെ വീട് മാത്രം വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. സ്ത്രീകൾ കൊട്ടാരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിലപിക്കാൻ തുടങ്ങി. വസ്ത്രങ്ങളും മുടിയും തീപിടിച്ച് അവരുടെ ആരോഗ്യം ചിലരുടെ വളരെ ഗുരുതരമായി പൊള്ളലേറ്റ അവസ്ഥയിലൊക്കെ വന്നു. എന്തൊരു ദുരന്തം! ഇത് തീർച്ചയായും നമ്മുടെ രാജാവ് ചെയ്യുന്ന ഒരു രാജാവ് മറ്റുള്ളവരുടെ സമ്പത്തും അവരുടെ സ്ത്രീകളെയും തട്ടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം നശിപ്പിക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് ബോധമുണ്ടാവണം. അതിൻ്റെ അനന്തരഫലങ്ങൾ പ്രജകളും കൂടെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ രാജാവ് ഒരു മനുഷ്യ സ്ത്രീയുടെ സൗന്ദര്യത്താൽ മയങ്ങി അവളെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് വന്നു. അവൻ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ക്രൂരതകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത്തവണ മുഴുവൻ രാജ്യവും തൻ്റെ പാപത്തിന് ഇരയാകുകയാണ്. രാക്ഷസ സ്ത്രീകൾ തങ്ങളുടെ നിർഭാഗ്യത്തിന് രാവണനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അഗ്നിയിൽ മുങ്ങിയ ആ മരക്കൊമ്പുകൾ അവയിൽ ചിലതിൻ്റെ മേൽ വീഴാൻ തുടങ്ങി. അങ്ങനെ പൊള്ളലേറ്റ് ഒരുപാട് ആളുകൾ മരിക്കുന്നു. അഗ്നിദേവനായ അഗ്നിക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആ ജ്വാല വളരെ ഏറെ നേരം ലങ്കയിൽ ഇങ്ങനെ നിന്നിരുന്നു. അതായത് സർവഭക്ഷകനാണ് അഗ്നി, എല്ലാത്തിനെയും ആഹരിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ഹനുമാൻ അഗ്നിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും അഗ്നിയിൽ നിന്ന് പരിക്കേൽക്കില്ല. ശ്രീരാമനെക്കുറിച്ച് ചിന്തിക്കുന്നതും രാമനാമം ജപിക്കുന്നതിലും ലൗകിക ജീവിതത്തിലെ 3 തലങ്ങളിലുമുള്ള കഷ്ടപ്പാടുകളെയും മറികടക്കാനുള്ള ഉറപ്പായ മാർഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഹനുമാൻ സീതാദേവിയുടെ അടുത്തേക്ക് വീണ്ടും മടങ്ങി തൻ്റെ ദൗത്യം കഴിഞ്ഞ് മടങ്ങി വരികയാണെന്ന് അവളോട് പറയുകയാണ്. ദേവി, അപ്പോൾ ഹനുമാൻ സീതാദേവിയോട് പറയുകയാണ്, തൻ്റെ ദൗത്യം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരികയാണ് ദേവി. ഞാൻ അങ്ങയുടെ സന്ദേശം രാമനെ അറിയിക്കും. അവൻ നിങ്ങളെ രക്ഷിക്കാൻ ഉടൻ വരും. അതെ, അങ്ങയുടെ വാക്കുകൾ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ പറയൂ, അവനിൽ നിന്ന് ഒരു വാർത്തയും കേൾക്കാതെ അവൻ ഇവിടെ വരുന്നത് വരെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കണം എന്ന് സീതാമാതാവ് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഹനുമാൻ പറയുകയും ചെയ്യുന്നു, അമ്മേ, വേർപിരിയലിൻ്റെ ഈ ദുഃഖം അമ്മയ്ക്ക് ഉടനെ അവസാനിപ്പിക്കാൻ സാധിക്കും. ദയവായി എൻ്റെ തോളിലിരിക്കൂ. ഞാൻ അങ്ങയെ ഉടൻ തന്നെ അങ്ങയുടെ നാഥൻ്റെ അടുത്തിലേക്ക് കൊണ്ടുപോകാം. ഇത് കേട്ട് സീത വളരെ സന്തോഷിച്ചു. താൻ അവനെ വിശ്വസിക്കുന്നുവെന്നും രാമൻ വരുന്നത് വരെ പിടിച്ചു നിൽക്കാമെന്നും അവൾ അവനോട് പറയുന്നു. അവൻ തൻ്റെ വാനര സൈന്യവുമായി ഇവിടെ വന്ന് രാക്ഷസനോട് യുദ്ധം ചെയ്ത് അവരെ വധിച്ച് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ രാജകീയമായി അവനോടൊപ്പം മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം രഹസ്യമായി രക്ഷപ്പെടുകയാണെങ്കിൽ അതെൻ്റെ ഭർത്താവിൻ്റെ പ്രശസ്തിക്ക് ഒരു മാറ്റവും വരുത്തുകയില്ല. നിങ്ങൾ തിരികെ പോയി അദ്ദേഹത്തിൻ്റെ വരവ് വേഗത്തിലാക്കാൻ അദ്ദേഹത്തെ സേവിക്കുക, സഹായിക്കുക. അങ്ങനെ ഇത്രയും പറഞ്ഞ് സീതാമാതാവ് അനുഗ്രഹിക്കുകയാണ് ഹനുമാനെ. അങ്ങനെ കൂപ്പ് കൈകളോടെ ഹനുമാൻ അവളോട് വിട പറഞ്ഞ് അവിടെ നിന്ന് ചാടി സമുദ്രം തിരികെ കടന്ന് ഹനുമാൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഹനുമാൻ്റെ മടക്കത്തെ കുറിച്ചിട്ടാണ് പിന്നീട്
രാമായണം വിശദീകരിക്കുന്നത്. അങ്ങനെ കടൽ തീരത്ത് ഹനുമാനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന വാനരന്മാർ ഒരു വലിയ അലർച്ച കേൾക്കുകയാണ്. ആ ശബ്ദം വന്ന ദിശയിലേക്ക് അവർ പ്രതീക്ഷയോടെ നോക്കി. ഇത് മാരുതി ആയിരിക്കണം, തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം തിരിച്ചു വരികയായിരിക്കും എന്നവർ കരുതുകയാണ്. ഹനുമാൻ പർവ്വത ശിഖരത്തിലിറങ്ങി അവരോട് പറയുകയാണ്, അതെ, ഞാൻ സീതാദേവിയെ കണ്ടുമുട്ടി. ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ ഞാൻ അവളോട് സംസാരിച്ചു. തുടർന്ന് 10 തലകളുള്ള രാവണനെ കണ്ടുമുട്ടി. പിന്നെ മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ആ നഗരം മുഴുവനും നശിപ്പിച്ചു. അവരുടെ മിക്ക കെട്ടിടങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ ഞാൻ അഗ്നിക്കിരയാക്കി. വീണ്ടും അദ്ദേഹം തുടരുകയാണ്, ഹേ ജാംബവ, നമുക്ക് ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയി ഈ വിവരങ്ങളൊക്കെ ഉടനെ അറിയിക്കണം. വാനരന്മാർ ഹനുമാനെ കെട്ടിപ്പിടിച്ച് അവൻ നേടിയ നേട്ടങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് പരസ്പരം വാലുകൾ കൊണ്ട് തലോടി. അവർക്ക് വളരെയേറെ ആശ്വാസം തോന്നി. അവർ സന്തോഷത്താൽ തുള്ളിച്ചാടുകയാണ്. അവരങ്ങനെ ശ്രീരാമൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. പ്രയാണം ആരംഭിച്ചു. അങ്ങനെ ആ സമയം വിവിധ തരം പഴങ്ങൾ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ ഉദ്യാനം അവർ കാണുകയാണ്. അത് സുഗ്രീവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ അംഗദനോട് നിർദ്ദേശിക്കുകയാണ്, നമുക്ക് വേഗം ഭക്ഷണം കഴിക്കുകയും ദാഹജലം കുടിക്കുകയും ഒക്കെ ചെയ്യാം. തുടർന്ന് നമുക്ക് ശ്രീരാമനെ കാണാൻ പോകാം. കുറച്ച് ദിവസത്തെ ഉപവാസത്തിന് ശേഷം അവരെല്ലാം ക്ഷീണിതരായിരുന്നു. കാരണം ഹനുമാൻ പോയി വരുന്നത് വരെ അതിൻ്റെ ആശങ്കയിലായിരുന്നു. അംഗദൻ അതുകൊണ്ട് തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അവർ സന്തോഷിച്ചപ്പോൾ സുഗ്രീവൻ നിയോഗിച്ച ആ ഉദ്യാന കാവൽക്കാരുടെ നേതാവായ ദതിമുഖൻ അവരെ തടയാൻ ശ്രമിക്കുകയാണ്. അവരാ ഉദ്യാനത്തിൽ കയറുമ്പോൾ ദതിമുഖൻ തടയാൻ ശ്രമിക്കുകയാണ്. ഹനുമാനും കൂട്ടരും തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അവരെ ഓടിച്ചു. ദതിമുഖൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയിക്കുന്നു. ഹനുമാന്റെ നേതൃത്വത്തിൽ വാനരന്മാർ അവിടെ ആഘോഷപൂർണമായ അവസ്ഥയിലാണ് എന്ന് അറിഞ്ഞപ്പോൾ സുഗ്രീവൻ വളരെ സന്തോഷിച്ചു. അദ്ദേഹം ശ്രീരാമനോട് പറഞ്ഞു, എനിക്കുറപ്പുണ്ട് മാരുതിയും കൂട്ടരും അവരുടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയാണ്. അല്ലെങ്കിൽ അനുവാദമില്ലാതെ അവർ എൻ്റെ ഉദ്യാനം തൊടാൻ പോലും ധൈര്യപ്പെടില്ല. ഉദ്യാനത്തെക്കുറിച്ച് വിഷമിക്കേണ്ട, അങ്ങ് പോയി അവരോട് വേഗത്തിൽ ഇവിടെ വരാൻ ആവശ്യപ്പെടൂ എന്ന് പറയുന്നു. അങ്ങനെ സുഗ്രീവൻ അവരുടെ അതിക്രമത്തിൽ അസ്വസ്ഥനല്ലെന്ന് കേട്ടപ്പോൾ അവർ സന്തോഷത്തോടെ ശ്രീരാമനെ കാണാൻ വേഗത്തിൽ വരികയാണ്. ശ്രീരാമൻ അവരുടെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹനുമാൻ കണ്ടയുടനെ അദ്ദേഹം തിരുമുൽ കാൽക്കളിലേക്ക്, ശ്രീരാമൻ്റെ കാൽക്കലേക്ക് പ്രണമിക്കുകയാണ്. അദ്ദേഹം സുഗ്രീവനെയും മുതിർന്നവരെയും ഒക്കെ ആദരിക്കുകയാണ്. തുടർന്ന് ശ്രീരാമനോടായി പറയുകയാണ്, ഞാൻ സീതാദേവിയെ ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണൻ്റെ വാസസ്ഥലത്ത് കണ്ടുമുട്ടി. അവിടെ ഒരു ശിംശിപാ വൃക്ഷത്തിന് കീഴിൽ അവളുടെ മുടിയും വസ്ത്രവും അലങ്കോലമായി ഇരിക്കുന്ന അവസ്ഥയിൽ കണ്ടു. അവളൊന്നും കഴിക്കാത്തതിനാൽ വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. ദുഃഖിതയാണവൾ. അവളുടെ ചുറ്റും അവളെ സംരക്ഷിക്കാനായി രാക്ഷസരായ സ്ത്രീകളുണ്ട്. അവൾ എപ്പോഴും രാമരാമ എന്ന നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അവിടെ എത്തിയ ആ രാത്രിയിൽ എൻ്റെ ശരീരം ഒരു വാനരനായി രൂപാന്തരപ്പെടുത്തിയതിന് ശേഷം അവളുടെ അടുത്തേക്ക് പോവുകയാണ്. അവൾക്ക് താല്പര്യമുള്ള രീതിയിൽ അങ്ങയുടെ കഥ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞുകൊണ്ട് ആഖ്യാനം അവസാനിപ്പിക്കുന്നു. ഞാൻ ഹനുമാൻ അങ്ങയുടെ ദാസനാണ്. ദേവിയെ അന്വേഷിക്കാൻ സുഗ്രീവൻ അയച്ച വാനരന്മാരിൽ ഒരാളാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. സീതയോട് അങ്ങയെ കാണാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ മഹാഭാഗ്യം എന്ന രീതിയിൽ സീതാമാതാവിനോട് ഞാൻ അങ്ങ് തന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങയുടെ മുദ്രമോതിരവും ഒക്കെ കൊടുത്തു. അങ്ങനെ അങ്ങയോട് തിരിച്ച് പറയാൻ വേണ്ടി സീതാമാതാവ് കഥാസന്ദർഭങ്ങളും എനിക്ക് വിശദീകരിച്ച് തന്നു. അതിനാൽ ഞാൻ വളരെ സന്തോഷവാനാണ്, അങ്ങനെ അനുഗ്രഹിച്ചാലും എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനോട് ഹനുമാൻ പറയുകയാണ്.
അങ്ങനെ ഇവിടെ നമ്മൾക്ക് ഈ എപ്പിസോഡിൽ ഈ കഥാപശ്ചാത്തലത്തിൽ നമുക്ക് നിർത്താം. ശേഷിച്ച കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടെ നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് പരിചയപ്പെട്ട കഥാപാത്രങ്ങളുടെ തത്വം പര്യവേക്ഷണം ചെയ്യാം. എന്നും പറയുന്നത് പോലെ ഇതൊക്കെ പരമാവധി ആളുകളിൽ നിങ്ങൾ എത്തിക്കണം. രാമായണത്തിൻ്റെ താത്വികമായ വശം അതാണ് യഥാർത്ഥത്തിൽ ഈ ഇതിഹാസ കാവ്യം രചിക്കുവാനുണ്ടായ അടിസ്ഥാന ചോദന തന്നെ. അതിനാൽ വാൽമീകിയുടെ ലക്ഷ്യം നമ്മൾക്ക് നിറവേറ്റാം. അത് നമ്മുടെ ഋഷി പരമ്പരയോടുള്ള നമ്മുടെ കടമയാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിൽ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടെ വിടാം.